ഡോക്ടറെ വാ. പൊട്ടത്തിലൊന്നും പറഞ്ഞേക്കല്ലോ. വാ അത്തേക്ക് വാ. ഈ ഡോക്ടറാണ് ജീവിതം രക്ഷപ്പെടുത്തിയേ. ദിസ് വേ. വാ. ഡോക്ടറാണ് ലൈഫ് രക്ഷപ്പെടുത്തിയത്. ഈ ഓഫീസിൽ പോയിട്ട് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫാമിലിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതിനുശേഷം ഒരു തുള്ളി പോലും ഞാൻ കരഞ്ഞിട്ടില്ല. സത്യം. ആക്ച്വലി ഒരു ഹെൽപ്പിന് വേണ്ടി വന്നാ. എന്ത് ഹെൽപ്പ്? ഇതെന്റെ ഫ്രണ്ടാ ആൻസിമോള്. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവളെ ചതിച്ചിട്ട് പോയി. അപ്പൊ ആ കേസിന്റെ തെളിവിന് വേണ്ടിട്ട് നമുക്ക് കോൾ ലിസ്റ്റിന്റെ ഒരു കോപ്പി വേണമായിരുന്നു. അപ്പൊ ഈ കേസിന് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കോൾ ലിസ്റ്റിന്റെ ഐഡിയ എന്ന് പറയുമ്പം ഐഡിയുടെ ഐഡി വേണോ അതോ വോഡാഫോൺ ഐഡി വേണോ എയർടെൽ ഐഡി വേണോ? ഈ ഡോക്ടർ നമ്മുടെ ഐഡിയ അല്ല, നമ്മുടെ ചങ്കരകൾ പറിച്ചു കൊടുക്കും. പക്ഷെ ഡോക്ടറെ, എന്റെ ഭാര്യ മക്കളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് അവൾ നിന്നെ ഡോക്ടർ എന്നോട് അങ്ങനെ ചെയ്തേ. എന്തൊരു ക്രൂരയായ സ്ത്രീയാണ് ഡോക്ടറെ അവള്. എന്റെ മനസ്സിന്റെ ഡോക്ടറെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. ഡോക്ടറെ, കോൾ ലിസ്റ്റ് എടുക്കാൻ ഐഡി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നീ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്? ഇതിന്റെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. നമ്മുടെ കാര്യം നടന്നില്ലേ, അതുപോലെ. ഇതൊരു ബ്രില്യന്റ് ഐഡിയ ആയിരുന്നല്ലേ. ഇടി കോൾ ലിസ്റ്റ് എടുക്കണം നമ്മൾ ഐഡിയ ഇല്ലേ, അത് വേറെ ലെവലായിരുന്നു. ചേച്ചി ഇതൊന്നും ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. ആക്ച്വലി ഒരു റോ ഏജന്റ് ആവാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സൈക്കോളജി പഠിച്ച സൈക്കാട്രിസ്റ്റ് ആയി. അതെ, ഞാൻ എന്തും പറഞ്ഞ് അങ്ങടേക്ക് ചെല്ലും. ഞാൻ വെറുതെ എന്ന് കഴിഞ്ഞാൽ തയ്ക്കണേച്ചിക്ക് ഭയങ്കര സംശയം. ഒരു ഐഡിയ ഉണ്ട്, അതെന്താ? ചേച്ചി പറയണ പോലെ തെളിവ് കാണിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. ഞാൻ കുറെ ആലോചിച്ച ഒരു ഐഡിയ ഉണ്ടാക്കിയതാ. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞങ്ങളുടെ ഐഡിയ കേട്ടാ ചേച്ചി ഞെട്ടും. ചേട്ടന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാനൊരു വട്ടം നോക്കിയതാ. അതെ, എന്റെ ഫോണിനൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് നോക്കോ? ഈ റബ്ബർ ബാൻഡ് മാറ്റിയാൽ മതി ചേച്ചി, പുതിയതിട്ടാ മതി, അപ്പൊ സെറ്റ് ആയിക്കോളും. ഇതിന്ന് ആരൊക്കെ എന്നെ വിളിക്കണേന്ന് നോക്കാൻ പറ്റുമോ? ചേച്ചിനെയൊക്കെ ആര് വിളിക്കാനാണ് ചേച്ചി? ഒന്ന് പോയേ, എനിക്ക് ഒരു പണിയുണ്ട്. ശരി എന്നാല്. ചേച്ചി, അതെ, ചേച്ചിയുടെ ഫോൺ ഏതായിരുന്നു? കണക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? ഐഡിയ ആണ്. അതിന് നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ വിളിക്കണ ഒരു നമ്പർ ഇല്ലേ, കസ്റ്റമർ കെയർ നമ്പർ ആണോ? പിന്നെന്താ, ഞാൻ പറഞ്ഞു തരാലോ. 9702021234. ഹലോ, ഐഡിയയിലേക്ക് വിളിച്ചതിന് നന്ദി. എന്റെ പേര് പ്രവീൺ. എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? ഹലോ, ഐഡിയയുടെ ഓഫീസല്ലേ? അതെ മാഡം, പറയൂ. സാറേ, എന്റെ പേര് സുനിത എന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് പീതാംബരൻ. ഓക്കെ. ഹലോ മാഡം, ഈ നമ്പറിലാണോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സാറേ, കംപ്ലൈന്റും ഭർത്താവിന്റെ ഫോണിനാണ് സാറേ. അങ്ങേർക്ക് ഏതൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട് സാറേ. അപ്പൊ ആ നമ്പർ കിട്ടാൻ വേണ്ടിട്ടാ. മാഡം ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? മാഡം ആരുടെ മൊബൈലിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സാറേ, അയാൾക്കൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് സാറേ. എക്സ്ക്യൂസ് മീ മാഡം. ഞങ്ങൾക്കൊരു മോളാണ് സാറേ. അതിന്റെ ഭാവിങ്ങനെ ആലോചിച്ച് അങ്ങേരെ ആരെ വിളിക്കണേന്നൊന്നും കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ സാറേ? സോറി മാഡം, ഈ റിക്വയർമെന്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ കോളിന് മാഡം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 1 പ്രസ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ മാഡം. ഐഡിയയിലേക്ക് വിളിച്ചത് നന്ദി. ചേച്ചി, ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അതായത് ഏത് ഫോണിൻ്റെയാണോ കോൾ ലിസ്റ്റ് വേണ്ടത് ആ ഫോണിൽ തന്നെ റിക്വസ്റ്റ് പോകണം. അതായത് പീതാംബരൻ ചേട്ടൻ്റെ ഫോണിൽ തന്നെ റിക്വസ്റ്റ് പോകണം. പിന്നെ പീതാംബരൻ ചേട്ടൻ്റെ ഫോൺ ഐഡിയ ആണല്ലോ, അതുകൊണ്ട് ആ നമ്പറിൽ നിന്ന് വേണം ഇമെയിൽ ഐ ഡി മെസ്സേജ് ആയിട്ട് പോകാൻ. 1234 ഈ നമ്പറിലേക്ക് വേണം മെസ്സേജ് പോകാൻ. എന്നിട്ട് ഈ മെസ്സേജ് പോയി കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതായത് ഈ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയായിട്ട് ബന്ധപ്പെടുത്തി എന്നവർ ഉറപ്പ് തരുന്നതാണ് ഈ മെസ്സേജ്. ഈ മെസ്സേജ് ചേട്ടൻ്റെ ഫോണിലേക്കായിരിക്കും വരിക. അത് കഴിഞ്ഞ് ഏതൊക്കെ മാസത്തിലെ കോൾ ലിസ്റ്റ് ആണ് വേണ്ടത് ആ മാസത്തിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ 1234 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അതായത് ജനുവരി ആണെങ്കിൽ JAN, ഫെബ്രുവരി ആണെങ്കിൽ FEB, മാർച്ച് ആണെങ്കിൽ MAR. അങ്ങനെ ഏത് മാസത്തെയൊക്കെ കോൾ ലിസ്റ്റ് ആണ് വേണ്ടത് ആ മാസത്തെയൊക്കെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ നമ്മൾ മെസ്സേജ് ആയിട്ട് അയക്കണം. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോൾ ഈ കോൾ ലിസ്റ്റ് PDF ആയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരും. ഇമെയിൽ ഐ ഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, peethambaran.avihitham@gmail.com. ചേച്ചി, ഈ പുതിയ ഫോൺ ഇട്ടിട്ട് എത്ര ആളായി പീതാംബരൻ ചേട്ടൻ? ഒരു 3-4 മാസമായിട്ടുണ്ടോ? അപ്പൊ നമുക്ക് 4 മാസം കോൾ ലിസ്റ്റ് എടുത്താൽ മതിയല്ലോ. ചേച്ചി, പിന്നെ ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? ഇല്ല. ഈ A കണ്ടോ? Aക്ക് ചുറ്റൊരു വട്ടം കണ്ടോ? അതാണ്. പിന്നെ ഈ കുരിശ് പോലത്തെ 2 വര കണ്ടോ? അതാണ് #. അപ്പൊ ശരി ചേച്ചി.